എവിടെ പോയാലും കാണാം ഓരോ ദൈവത്തിൻ്റെ പേര് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യാണ്, ചോറ്റാനിക്കര അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യാണ്, ഇല്ല മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം. വീട്ടിലില്ലാത്തതാകെ ഒന്ന് മാത്രം ഐശ്വര്യം, ബാക്കിയൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കർ അതൊക്കെ കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നല്ലാണ്ട് എവനെന്ത് ഐശ്വര്യം ഉണ്ടാവും? നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്യണം. ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഓരോരുത്തർ പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് അതിൽ വീണ് പോണവരാണ് നമ്മൾ. വലിയ സ്ഥലങ്ങൾ 1 ഏക്കർ 2 ഏക്കറൊക്കെ മേടിക്കണ ഒരൊറ്റ ഹിന്ദു ഉണ്ടോ നോക്ക്. ഇനി വലിയ സ്ഥലങ്ങൾ വിൽക്കുന്നത് ഒക്കെ ഹിന്ദു ആയിരിക്കും. വാങ്ങുന്നതിൽ എത്ര ഹിന്ദു ഉണ്ട് നോക്കുക. ഇതാണ് പണി, വേറൊരു പണിയില്ല. 5 ദിവസം കൊണ്ട് റിപ്പോർട്ട് എടുത്തോളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വത്ത് വിറ്റ് നശിപ്പിക്കരുതേ. ഒന്നോടി രക്ഷപ്പെടാൻ വഴിയുണ്ടാവില്ല. ഒരു മോള് ഒരു 3.5 വയസ്സേ ഉള്ളൂ, 3.5 3.25, അതിൽ കൂടുതലില്ല, 4 എന്തായാലും ഇല്ല. ഓടി വന്ന് കൈക്കാണ്ട് പിടിച്ചു, സ്വാമി വാ വാ. ഞാൻ ആദ്യമായിട്ട് കാണും ആ കുട്ടിയെ. എന്തൊരു സ്നേഹമോൾക്ക്, പിടിച്ചു വലിച്ചകത്തെ. അപ്പോൾ സ്വാമി ഞങ്ങളൊന്ന് സ്വാമിയുടെ പാദപൂജയായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ പാദപൂജയൊന്നും അല്ല പ്രധാനം, ഈ മോൾ ഈശ്വര സ്വരൂപിയാണ്, നിങ്ങളെ കാപട്യൊന്നും അവൾക്കില്ല. അതുകൊണ്ട് അവളാണ് ഞാൻ സ്വീകരിക്കണം എന്നുണ്ട്. ഞാൻ നേരെ ആ കുട്ടിയുടെ കൂടെ അകത്തേക്ക് പോയി. അമ്മ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഈ കുട്ടിയെ, ഉരുപുറുക്കണൊക്കെ ഉണ്ട്. അവർ തയ്യാറാക്കിയതൊക്കെ വെറുതെ ഇല്ലേ. അപ്പോൾ നമ്മൾ വേഗം കുട്ടി പിടിച്ച് വലിച്ച് കുട്ടിയുടെ റൂമിലേക്കാണ് കൊണ്ടുപോകണത്. ഞാൻ വിചാരിച്ചത് എന്തപ്പനെ മാത്രം, ഞാൻ ആദ്യമായിട്ട് കാണുക അവളെ. അവൾ നേരെ ജനവാതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അവിടെ 2 മരത്തിൻ്റെ കഷ്ണം അങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടലൊന്നും പ്രൊഫഷണലായിട്ടുള്ള കെട്ടല്ല, അമച്ചുറായിട്ടുള്ള കെട്ട. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് 2 പലക അങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൽ 3 ഈ കട്ടോരിയുണ്ട്, 3 ബൗൾസ്. ഒന്നിൽ വെള്ളമുണ്ട്, ഒന്നിൽ രാവിലത്തെ ചപ്പാത്തിയുടെ കുറേ കഷ്ണങ്ങളുണ്ട്, ഒന്നിൽ കുറച്ച് അരിയോ ചോറോ എന്തൊക്കെയോ ഉണ്ട്. എന്തൊരു സന്തോഷമായി കണ്ടപ്പോൾ. 16ാമത്തെ നിലയിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞു ഞാൻ സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ട് ചെയ്തതാ, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും വരെ, എൻ്റെ ബുദ്ധിയിലേ വന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചുറ്റുപാടുള്ള ജന്തുക്കളെ, പക്ഷികളെ, മൃഗങ്ങളെ, സസ്യങ്ങളെ ഒക്കെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിനാ കുട്ടി കണ്ടുപിടിച്ചിട്ട് അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സന്തോഷമായി എന്നറിയാം കണ്ടപ്പോൾ. ആർക്കാ ചെയ്യാൻ സാധിക്കാത്ത? അതിനാണ് ഈ പറഞ്ഞ കുട്ടിക്ക് തറ പോലും ഇല്ല, 16ാം നിലയില, അവർക്ക് പോലും ചെയ്യാം. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ചെയ്തൂടെ? മുമ്പ് ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ആന്ധ്രാപ്രദേശത്തിൻ്റെ ഒരു പകുതി വരെയുള്ള പ്രദേശമായാലും വീടിൻ്റെ മുമ്പിലൊക്കെ കളം വരയ്ക്കുകയായിരുന്നു, കോലം വരയ്ക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കോലം വരയ്ക്കുക? നല്ല അരിമാവുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ ഒരു 1000കണക്കിന് ഉറുമ്പുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അത്. ഇന്ന് വെളുത്തൊരു പൊടി അങ്ങോട്ട് ഇടും, അതിൻ്റെ അടുത്തെങ്ങാണ്ട് ഉറുമ്പ് വന്നാൽ ചത്തു. അത് തമാശ പറയാന്ന് വിചാരിക്കുന്നു. എന്തൊരു മാറി വീക്ഷണം! ഈ ഉറുമ്പുകൾക്ക് കൊടുക്കാനാത് സ്വാഭാവികമായിട്ട്. ഐശ്വര്യമാണ്, ഐശ്വര്യ സൂചകമായിട്ടുള്ള പത്മമാണ് വരയ്ക്കുന്നത്. പക്ഷെ ആ വരയ്ക്കണ വസ്തു ഇതാണ്. അപ്പൊ ഭൂതയജ്ഞം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. ഈ ഇരിക്കുന്നവർ തന്നെ ആരെയും നോവിക്കാനൊന്നുമല്ല പറയണത്, സ്വന്തം വിലയിരുത്താൻ. ആരോടും പുറത്താരോടും പറയണ്ട. നമ്മൾ വീടുകൾ ഉണ്ടാക്കിയപ്പോൾ, വീടുകൾ പുനർനിർമ്മിച്ചപ്പോൾ, വീടുകളിൽ റിപ്പയറോ മോഡിഫിക്കേഷനോ വരുത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കിയിട്ടുണ്ടാവും. ഒരു കുളിമുറിക്കാൻ 2 ലക്ഷക്കണക്കിന് ചിലവാക്കണം, പിന്നെയല്ലേ. അതിൻ്റെ 1% ചോദിക്കുന്നുള്ളൂ. ചിദാനന്ദപുരി സംഖ്യ തരാനാണോ? അല്ല. പിന്നെ ഇതിനെ ചോദിക്കണേ പറയണത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 1% പൈസ ചിലവഴിച്ചാൽ മതി മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ത്തി ഇറക്കാൻ. എത്ര പേര് ചെയ്യുന്നുണ്ട്? പകരം മുറ്റത്തടക്കം ടൈൽസ് ഇട്ട് ഒരു തുള്ളി വെള്ളം ഭൂമി കുടിക്കാത്ത മാതിരിയാക്കും. എന്നിട്ട് കുഴലും വെച്ച് നേരെ കടലിലേക്ക് അങ്ങോട്ട് എത്തിക്കുക.
ഏറ്റവും അധികം മഴ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഭൂഗർഭജലവും ഭൗമജലവും താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൗമജലവും താണു, ഭൂഗർഭജലവും താണു. 1% പൈസ അതിന് മാറ്റിവെച്ചിട്ട് 1%. വലിയ ചെലവുള്ള വലിയ ഒരു ഓവർഹെഡ് ടാങ്ക് ഒന്നും ഉണ്ടാക്കണ്ട. ഭൂമിയുടെ ഉള്ളിലേക്ക് ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിൽ നിന്ന് കിണറിലേക്ക് റീചാർജ് ചെയ്യുന്ന മാതിരി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഒരു 5 കൊല്ലം കൊണ്ട് എത്ര മാറ്റം വരും നമ്മുടെ വാട്ടർ ടേബിളിന്? ചിന്തിച്ചു നോക്കൂ. തീർത്തും അശുദ്ധമായി ഉപയോഗശൂന്യമായ വെള്ളം ഒരു സംശയമില്ല, ഗ്യാരണ്ടി തരുന്നു 3 കൊല്ലം കൊണ്ട് കുടിക്കാൻ യോഗ്യമായി തീരും. പരീക്ഷിച്ച് നോക്കൂ. പരീക്ഷിച്ച് അനുഭവിച്ചിട്ടേ പറയുന്നുള്ളൂ, അല്ലാതെ പറയുന്നില്ല. ഇതിനേക്കാൾ പ്രയോജനപ്രദമാണ് ഉപേക്ഷിക്കപ്പെട്ട ബോർവെല്ലുണ്ടെങ്കിൽ അതിന് മുകളിൽ ചെറിയൊരു ടാങ്കോ അല്ലെങ്കിൽ ഒരു കാനോ വെച്ചിട്ട് മഴവെള്ളം അതിലേക്ക് ആക്കുക. മതി, വേറൊന്നും ചെയ്യണ്ട. അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊങ്ങി ഗ്രൗണ്ട് വാട്ടറായി മാറും. പരീക്ഷിച്ച് വിജയിച്ചതേ പറയുന്നുള്ളൂ, അല്ലാതെ പറയുന്നില്ല. ഇതൊക്കെ യജ്ഞങ്ങളാണ്. ഇതെല്ലാം കാരണം നമുക്ക് അമ്മയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കിട്ടണം. അമ്മയ്ക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കണമെന്ന് ആലോചിക്കണ്ടേ? അപ്പൊ പൊതുവെ ഇങ്ങോട്ട് കിട്ടണം. ഓരോരോ സംഘടന, എത്ര സംഘടന നമുക്ക് അവകാശങ്ങളെ നേടിയെടുക്കാൻ ഈ ഒരുപാട് സംഘടനകളുണ്ട്. ബാധ്യതകളെ കുറിച്ച് എത്ര സംഘടന ബോധിപ്പിക്കുന്നുണ്ടോ നമ്മളെ? എന്നെ അമ്മ പെറ്റു, എന്നെ അമ്മ പോറ്റി, ഇനി അമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് അവകാശമാണോ? കഴിഞ്ഞു പോയില്ലേ? ഇനി അമ്മയോട് അങ്ങോട്ടല്ലേ വേണ്ടത്? അതുപോലെയല്ലേ നമ്മുടെ ഈ അമ്മ നമ്മളെ വലുതാക്കി ഇത്ര വരെ ആക്കിയില്ലേ? ഇനി നമ്മൾ അങ്ങോട്ടെന്താ കൊടുക്കേണ്ടതെന്നല്ലേ ആലോചിക്കേണ്ടത്. ഈ ആലോചനയോട് കൂടി ജീവിച്ചാൽ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാൻ ഓരോ തലമുറയും കാണണം. ഇത് ഓരോ തലമുറയും ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യമുള്ളതായിരിക്കണം. അതാണ് വേദം പറയുന്നത്, ഭൂത്യേന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല. എല്ലാ കുടുംബങ്ങളും ഐശ്വര്യമുള്ളതായിരിക്കണം. ഐശ്വര്യം ഉണ്ടാകാൻ എന്താ വേണ്ടേ? നാള് ഒരു 2-3 കൊല്ലം മുമ്പാ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്തൊരു പെട്ടി തന്നു. ഇത്ര നല്ല ഭംഗിയുണ്ട്. വാ, സന്തോഷമായി. ഞാൻ അല്ല സ്വാമിക്കല്ല, പിന്നെ സ്വാമിയുടെ കൈകൊണ്ടൊന്ന് തരാൻ. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ സാധനം. അപ്പൊ പറഞ്ഞു അതൊരു പെട്ടിയാ. അതെനിക്ക് മനസ്സിലായി. ഇത് കുബേർ കൊഞ്ച് എന്ന അതിൻ്റെ പേര്. മനസ്സിലായില്ല. ഇത് വീട്ടിൽ വെച്ച ഐശ്വര്യം ഉണ്ടാവും എന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു, ആർക്ക്? ഇത് ഉണ്ടാക്കിയ കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും, ഉറപ്പാ. അവരെന്തായാലും ഒരു 30% പ്രോഫിറ്റ് വെച്ചിട്ടല്ലേ വില ഇടുക ഇല്ലേ? അപ്പൊ അവർക്ക് ഐശ്വര്യം ഉണ്ടാവും. അത് നമുക്കെങ്ങനെ ഐശ്വര്യം ഉണ്ടാവുക? നമ്മളൊക്കെ പല എന്താ പറയേണ്ടത്, വീട്ടുകളിൽ ദിവസവും പോകും. ഓരോ സ്ഥലത്ത് ദിവസവും പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വിളിക്കും. എവിടെ പോയാലും കാണാം ഓരോ ദൈവത്തിന്റെ പേര് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യാണ്, ചോറ്റാനിക്കര അമ്മ ഈ വീടിന്റെ ഐശ്വര്യാണ്. ഇല്ല, മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. വീട്ടിലില്ലാത്തതാകെ ഒന്ന് മാത്രം ഐശ്വര്യം, ബാക്കിയൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കർ അതൊക്കെ കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നല്ലാണ്ട് എവനെന്ത് ഐശ്വര്യം ഉണ്ടാവും? നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്യണം. അല്ലാണ്ട് കണ്ട ദൈവങ്ങളുടെ പേര് വെച്ചുകൊണ്ടൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല. നമ്മൾ സൽക്കർമ്മം ചെയ്യാം ഇല്ലേ? അല്ലാണ്ട് വേറെ വല്ല വഴിയുണ്ടോ? അതുകൊണ്ട് ആശ്രമത്തിന് മുമ്പ് ഒരു സ്റ്റിക്കർ അടിച്ചിറക്കിയിരുന്നു, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം. 10,000 ആ സ്റ്റിക്കർ വിറ്റിട്ടുണ്ട്. അതുകൊണ്ട് ആശ്രമത്തിന് വലിയ ഐശ്വര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അച്ചടിച്ച വിലയ്ക്ക് തന്നെയാണ് വിതരണം ചെയ്തത്. അതുകൊണ്ട് ഞാൻ വെച്ചാൽ കുറച്ച് ലാഭം ഇട്ടിട്ടായിരുന്നെങ്കിൽ ആശ്രമത്തിനെങ്കിലും ഐശ്വര്യം ഉണ്ടാവുകയായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സ്വാമി അതുകൊണ്ട് വലിയ ഉപദ്രവം എനിക്ക് ഉണ്ടായിട്ടു ആ സ്റ്റിക്കർ വെച്ചിട്ട്, അതുകൊണ്ട് ഞാനത് എടുത്തു കളഞ്ഞു.
അതെന്താ വെച്ചാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള സ്റ്റിക്കർ വെച്ചപ്പോൾ ഈ ചുറ്റുപാടുള്ള അമ്പലക്കാരൊക്കെ പിരിവിന് വരും. അത്ര അടുത്തോട് പറയും, ഇയാൾ എന്തായാലും സൽക്കർമ്മം ചെയ്യുന്ന ആളല്ലേ, കൂടുതൽ സംഭാവന തരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അത് എടുത്ത് മാറ്റി. ഈ ജാതി ഉപദ്രവ സ്വാമി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ചിന്തിക്കുക. അപ്പൊ എന്ത് മേഖലയിലാണോ നമ്മൾ ഓരോരുത്തരും തൊഴിൽ ചെയ്യുന്നത്, ആ തൊഴിൽ നല്ലപോലെ ചെയ്യാം. ഒരു കൃഷിക്കാരൻ നല്ലപോലെ കൃഷി ചെയ്യാം, ഒരു കച്ചവടക്കാരൻ നല്ലപോലെ കച്ചവടം ചെയ്യാം. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണോ അത് നല്ലപോലെ ചെയ്യുക. അത് മാത്രമേ ഐശ്വര്യം ഉണ്ടാക്കാനുള്ള വഴിയുള്ളൂ. അല്ലാണ്ട് വേറെ പോലെ എളുപ്പ വഴി ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞു തന്നോളൂ, ഞാനും ശ്രമിക്കാം. ഉണ്ടോ ആർക്കെങ്കിലും അറിയാം? ഇല്ല. ഇത് പോയി എവിടം വരെ എത്തിയെന്നറിയോ? വാഹനങ്ങളുടെ മുകളിൽ വരെ സ്റ്റിക്കറാപ്പോ, ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യമാണ്. എന്താ ചെയ്യാം? വാഹനത്തിന്റെ ഐശ്വര്യം എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിയമം അനുസരിച്ച് ഓടിക്കുക. അതിൻ്റെ മെയിൻ്റനൻസ്, ഓയിൽ സർവീസ്, മറ്റു മെക്കാനിക്കൽ സർവീസൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്യാം. നിയമം അനുസരിച്ച് ഓടിക്കുക. അതാണ് വാഹനത്തിൻ്റെ ഐശ്വര്യം. അല്ലാണ്ട് ഗുരുവായൂരപ്പനോ അയ്യപ്പനോ അല്ല. ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഓരോരുത്തർ പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് അതിൽ വീണു പോകുന്നവരാണ് നമ്മൾ. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം. ഈ കൂട്ടത്തിൽ ഒരു മധ്യപ്രായം കഴിഞ്ഞവരാണല്ലോ അധികം ആൾക്കാരും. അതെ, സംശയമില്ല. ചിലർക്കത് കേൾക്കണ ഇഷ്ടമല്ല. മധ്യപ്രായം കഴിഞ്ഞവർ തന്നെ അതിൽ ഭൂരിഭാഗം. ഈ പറയുന്ന ആളും അതെ, കേൾക്കുന്ന ആൾക്കാരും അതെ. നമ്മളൊരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങിയാൽ നല്ലതാണെന്ന് കേട്ടിരുന്നോ? ഞാൻ കേട്ടില്ല. ഇല്ല, ഉറപ്പില്ല. ഒരു 20 വർഷങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറി ആദ്യമായിട്ട് ആ പരസ്യം ഇറക്കിയത്. ഇപ്പൊ കാലം മുന്നോട്ട് പോയി. ഇപ്പൊ അക്ഷയതൃതിയുടെ ഓരോ ജ്വല്ലറിനെ പോലും പോലീസുകാർക്ക് വേണം നിയന്ത്രിക്കാൻ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പോരാ, അത്ര തിരക്കാ. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അത് മുഴുവൻ വിശ്വസിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുക. ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ എനിക്കൊരു 10,000 രൂപ തരണം കേട്ടോ. എന്തിനാ സ്വാമി? ഞാൻ നിങ്ങളുടെ പേരിൽ ഹിമാലയത്തിൽ നിങ്ങൾ കാണാത്തൊരു സ്ഥലമായിരിക്കണം, നിറയെ പറ്റുള്ളൂ, ഇന്ന തോട്ടം ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ അടുത്ത ഒരു 10 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തരും നിങ്ങൾ 10,000. ഹിമാലയത്തിൽ ആ മരം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ചിന്ത പോലും ചെയ്യില്ല. എന്ത് തട്ടിപ്പിനും മുമ്പില്ല. ആ മാന്ത്രിക ഏലസ്, ഈ മാന്ത്രിക ഏലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വീഴും. നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അദ്വൈതാശ്രമം ഒരു യാഗം ചെയ്യാൻ പോവുകയാണ് അടുത്ത മാസം കേട്ടോ. എന്ത് യാഗസ്വാമി? അത് സോമയാഗമാണ്, അല്ലെങ്കിൽ അതിരാത്രമാണ്. അദ്വൈതാശ്രമം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും 1 ലക്ഷം രൂപ തരണം കേട്ടോ. എന്തിനാ സ്വാമി ചെയ്യണത്? മൊത്തം നാടിൻ്റെ ശ്രേയസ്സിനാണ്. എടാ, എന്തിനാ നീ കള്ളത്തരം പറയണത്? യജമാനന് സ്വർഗം കിട്ടാനല്ലേ അത്? സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടുന്ന യജ്ഞമാണത്, യാഗമാണ്. പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾ പിരിവ് തരുമോ? എനിക്ക് സ്വർഗം കിട്ടാനാ നിങ്ങൾ 1 ലക്ഷം ഉറുപ്പിക തരണമെന്ന് പറഞ്ഞാൽ ആരാ തരിക? അപ്പൊ ഞാൻ എന്ത് പറയും? നാടിൻ്റെ ഗുണത്തിനാന്ന് പറയും. ഈ വക തട്ടിപ്പുകൾ ധാർമ്മികതയുടെ, ആധ്യാത്മികതയുടെ പേരിൽ വളരെയധികം വ്യാപിക്കുന്നുണ്ട്. എന്നാൽ വലിയ സ്ഥലങ്ങൾ 1 ഏക്കർ 2 ഏക്കറൊക്കെ മേടിക്കണ ഒരൊറ്റ ഹിന്ദു ഉണ്ടോ നോക്ക്. ഇനി വലിയ സ്ഥലങ്ങൾ വിൽക്കുന്നത് ഒക്കെ ഹിന്ദു ആയിരിക്കും. വാങ്ങണതിൽ എത്ര ഹിന്ദു ഉണ്ട് നോക്ക്. ഇതാണ് പണി, വേറൊരു പണിയില്ല. 5 ദിവസം കൊണ്ട് റിപ്പോർട്ട് എടുത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വത്ത് വിറ്റ് നശിപ്പിക്കരുതേ. ഓടി രക്ഷപ്പെടാൻ വഴിയുണ്ടാവില്ല. ഇത് പറയുമ്പോൾ മഹാഭീകരവാദിയാണ്, വർഗീയവാദിയാണ് ചിദാനന്ദപുരി സ്വാമി എന്നൊക്കെ നിങ്ങൾ പറയും. പറഞ്ഞാൽ ഒരു വിരോധവും ഇല്ല. ഓടി രക്ഷപ്പെട്ട റോഡിലെത്താനുള്ള വഴി വേണം, ഓടണ്ടേ? അതിന് പോലും സ്ഥലം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് സ്വത്ത് വിൽക്കരുത്. ധൂർത്തുകൾ ഒഴിവാക്കുക.
ധൂർത്തുകൾ. ഇന്ന് നമ്മുടെ നാട്ടിലൊരു സാമാന്യ ഹിന്ദുവിന് ഒരു വീട്ടിലൊരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് സ്വത്തൊന്ന് വിൽക്കും, കടക്കണി പൊടി, ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ. ആർഭാടാക്കേണ്ടതാണോ നമ്മുടെ കല്യാണങ്ങൾ? ചക്രവർത്തി സാർവഭൗമനായിരുന്നു ദശരഥൻ. ദശരഥനെ പോലെ ഐശ്വര്യം ആർക്കാളെ? ജനകനെ പോലെ ഐശ്വര്യം ആർക്കാളെ? കുശധ്വജനെ പോലെ ഐശ്വര്യം ആർക്കാളെ? ഈ 3 പേരും ചേർന്ന 8 പേരുടെ വിവാഹം നടന്നു. ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും. എത്ര പേരാ പങ്കെടുത്തേ? അടുത്ത ബന്ധുക്കൾ ഒരു രഥത്ത് കൊള്ളാനുള്ള ആൾക്കാർ. അത്രയേ ഉള്ളൂ. ഒരു രഥത്ത് കൊള്ളാനുള്ള ആൾക്കാരേ ഉള്ളൂ. ഒരാർഭാടവും ഇല്ല. ലളിതമായ ചടങ്ങ്. അവർക്കൊക്കെ പൊടി പൊടിച്ചൂടെ ഇരുന്നോ? ഇന്ന് നമ്മൾ ഓരോ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഭഗവാനെ നടക്കുന്നത്? ചിന്തിക്കുക. ആശ്രമത്തിലൊരു മോളെ കൊണ്ട് വന്നിരുന്നു. അവളെ കല്യാണത്തിന് നിശ്ചയിച്ചു. കല്യാണ ദിവസം കല്യാണം നടക്കാൻ പോകുന്ന ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്ക് അവളുടെ അംഗപ്രത്യംഗങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആദ്യം പ്രചരിപ്പിച്ചിട്ടുണ്ട് ചെക്കൻ്റെ കൂട്ടുകാർ. ഓരോന്നിൻ്റെ അളവും തൂക്കവും ഒക്കെ, തല കാല് വരെ എല്ലാ അംഗങ്ങളും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരിക. അപ്പോൾ അവിടെ ഒരു അലങ്കരിച്ച് മാലയൊക്കെ ഇട്ടിട്ട് ഒരു ബെൻസ് കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവള് വിചാരിച്ചു ഇതിലേക്കായിരിക്കുന്നു. നോക്കുമ്പോൾ അപ്പുറത്തൊരു എർത്ത് മൂവർ നിർത്തിയിട്ടുണ്ട്, JCBയുടെ. അതിൻ്റെ കയ്യിലേക്കാണ് കൊണ്ടുപോയത്. നോക്കണേ. എന്നിട്ട് പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും എന്നിട്ട് ഇതങ്ങോട്ട് പൊങ്ങുക. ഇതിൻ്റെ കയ്യെ പൊങ്ങിയിട്ടൊരൊറ്റ വിടലാകും താഴത്തേക്ക്. എന്നിട്ട് നടുകുത്തി വീഴുക. ചെക്കൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു വഴിക്കായി. ഒരൊറ്റ ഒന്നിന് തലയില്ല. തല ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. തെറിപ്പാട്ടുകൾ. ഒന്നുമില്ല, നാട്ടുകാർ കാണില്ലേ ഇതൊക്കെ? ഒരു ലജ്ജ വേണ്ടേ നമുക്ക്? ലജ്ജാദേവിയുടെ അനുഗ്രഹം വേണ്ടേ? യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണ്ടേ? ഇങ്ങനെ ലജ്ജയില്ലാത്തവരായി പോയാൽ പറ്റുമോ നമ്മൾ? അത് കഴിഞ്ഞു ഒരുവിധം സമാധാനമായത് ആ കുട്ടിക്ക്. എല്ലാവരും പോയി രാത്രി ഒരു കിടപ്പുമുറിയിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ സന്യാസമാർഗമൊന്നും അല്ലല്ലോ അപ്പോൾ അത്. അപ്പോൾ സുന്ദരമോഹന സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ എന്താ പറയുക, മണിയറയിലേക്ക് പോയിരിക്കുക. കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ടപ്പോ എന്ന് പറഞ്ഞ് പൊട്ടലും കൂട്ടുകാരെണീക്കലും. അപ്പം പിരി ഇളകി. കോഴിക്കോട് പ്രഗത്ഭനായ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞയച്ചിട്ടാണ് ആശ്രമത്തിൽ വന്നത്. ഇത് കഥ പറയാമെന്ന് വിചാരിക്കുകയും. എന്ത് പറ്റി നമുക്ക്? എന്താ പറ്റിയത്? അതുകൊണ്ട് നമ്മുടെ കുടുംബ ഭദ്രത, സാമ്പത്തിക ഭദ്രത, നിത്യ ഉപാസനാ പദ്ധതി, ശാസ്ത്രബോധം, അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനുള്ള ത്വര, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാമോ? എങ്കിൽ നിശ്ചയമായും പരസ്പര പൂരകമായ നവീകരണം ക്ഷേത്രത്തിനും സമാജത്തിനും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവും. ഇല്ലേ? ബാക്കി പറയില്ല. ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ട് നിർത്തരുതല്ലോ. അതുകൊണ്ട് ഇല്ലേ എന്നുള്ള ചോദ്യത്തിൽ അവിടെ നിർത്തുകയാണ്. ആ ചോദ്യത്തിന് ഓരോരുത്തരും ഉത്തരം കണ്ടെത്തണം.